പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ഇന്ന് പറയാൻ പോവാണ്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എല്ലാ കാര്യത്തിലും വിജയിക്കണം, അനുഗ്രഹിക്കപ്പെടണം, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായിട്ടൊക്കെ ജീവിക്കണം. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ തടസ്സപ്പെടുത്താൻ വേണ്ടി തിന്മ പല പരിപാടികൾ ഒപ്പിക്കും. അവനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു 4 പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ടോക്കിൽ പറഞ്ഞു തരും. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണം, സ്കിപ്പ് ചെയ്ത് കളയരുത്, മുഴുവനായിട്ട് കേട്ടിരിക്കുക. പൗലോസ്ലീഹയുടെ ഒരു പേടിയെക്കുറിച്ച് ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വാക്ക് കണ്ടിട്ടുണ്ട്. നമ്മൾ പറയാൻ പോകുന്ന സബ്ജക്റ്റിന് ഒരു തുടക്കമായിട്ടാണ് പറയുക. 1 തെസ്സലോനിക്കർ 3:5 പൗലോസ്ലീഹ തനിക്കുള്ള ഒരു ഭയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും പൗലോസ്ലീഹയ്ക്കൊക്കെ എന്ത് പേടിയാണ്, കർത്താവ് കൂടെ ഉണ്ടപ്പോൾ എനിക്കൊരു പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞു നടന്ന പൗലോസ്ലീഹയ്ക്ക് പക്ഷെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 3:5 വചനം ഇങ്ങനെ നമ്മൾ വായിക്കുക: ഈ പ്രലോഭകൻ നിങ്ങളെ ഏത് വിധത്തിലും താഴെ ഇട്ടേക്കും, നിങ്ങളെ തകർത്ത് കളയും, നിങ്ങളെ വീഴ്ത്തിയേക്കുമെന്നുള്ള ഒരു ഭയം എനിക്കുണ്ടെന്നും എൻ്റെ പ്രയത്നങ്ങളെല്ലാം ഈ ചെയ്യുന്നതെല്ലാം വെറുതെ ആയി പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്ന് പൗലോസ്ലീഹ പറയാണ്. തിന്മ നിങ്ങളെ വീഴ്ത്തിക്കളയുമോ, പ്രലോഭകൻ നിങ്ങളെ താഴെ ഇട്ട് കളയുമോ എന്നുള്ള പേടി, അതുകൊണ്ട് തന്നെ എൻ്റെ പ്രയത്നമെല്ലാം വെറുതെ ആയി പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്ന് പൗലോസ്ലീഹ പറയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രലോഭകൻ പിശാചായിരിക്കാം, ഇല്ലേ നമ്മുടെ തന്നെ ചിന്തകളായിരിക്കാം, നമ്മുടെ പരാജയങ്ങളായിരിക്കാം, നമ്മുടെ കഴിഞ്ഞ കാലമായിരിക്കാം, ചില ഭയങ്ങളും അസ്വസ്ഥതകളും നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കാം, നമ്മളെ വീണ്ടും വീണ്ടും നിലത്തേക്ക് വീഴ്ത്തിക്കളയുന്ന ചില ചിന്തകളും ചില ഓർമ്മകളും ഒക്കെ ആയിരിക്കാം, ചിലപ്പോൾ മനുഷ്യരിലൂടെ വന്ന വാക്കുകളായിരിക്കാം. പൗലോസ്ലീഹയുടെ വാക്കുകൾ കടം കൊണ്ടുകൊണ്ട് ചിന്തിക്കണം. ഈ പ്രലോഭകൻ പല രൂപത്തിൽ പല ഭാവത്തിൽ ഓരോ ദിവസം പുത്തൻ മുഖംമൂടിയൊക്കെ ഇട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം കേട്ട വചനവും കൂടിയ ധ്യാനങ്ങളും വായിച്ച വചനങ്ങൾ ബോധ്യങ്ങളെല്ലാം പാഴായി പോകുമോ എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ ചിലപ്പോൾ പ്രലോഭകൻ നമ്മളെ കൊണ്ടെത്തിക്കാറുണ്ട്. പത്രോസ്ലീഹ കുറേ കൂടെ സുന്ദരമായിട്ട് ഇങ്ങനെ പറയില്ലേ, 1 പത്രോസ് 5:8, 9, 10 വാക്യങ്ങളൊക്കെ എന്നെ വായിക്കും. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം നോക്കിക്കൊണ്ട് അവൻ നടക്കുകയാണ്. പിശാചിനെ കുറിച്ച് കൃത്യമായിട്ട് എടുത്ത് പറയാണ്, തിന്മയെക്കുറിച്ച് പറയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാച്, തിന്മ, എല്ലാ കാര്യങ്ങളും, നിരാശ, സങ്കടങ്ങൾ, വേദനകൾ എല്ലാം ഇങ്ങനെ അലറുന്ന സിംഹത്തെ പോലെ നമ്മളെ ഇങ്ങനെ വിഴുങ്ങാൻ വേണ്ടി തക്കം പാർത്ത് നിൽക്കുകയാണ്. എന്ത് ചെയ്യണം അതിനെ അതിജീവിക്കാൻ? ആദ്യം വേണ്ട ഒരൊറ്റ ബോധ്യം, ദ സിംഗിൾ ബോധ്യം ഇതാണ്. റെവലേഷൻ 5:5, വെളിപാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ അതിന് 5-ാമത്തെ വാക്യം: ഈ അലറുന്ന സിംഹം പിശാച് അപ്പുറത്തുള്ളപ്പോഴും വിജയിച്ച ഒരു സിംഹം നമ്മുടെ കൂടെ ഉണ്ട്. യൂദാവംശത്തിന്റെ സിംഹം, ദാവീദിന്റെ വേരായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5 നമ്മൾ ഇങ്ങനെയാ വായിക്കുക: കരയാതിരിക്കൂ, യൂദാവംശത്തിന്റെ സിംഹം, ദാവീദിന്റെ വേരായവൻ വിജയിച്ചിരിക്കുന്നു. നമ്മളെ വിഴുങ്ങാൻ പിശാച് പല രൂപമെടുത്ത് പല ഭാവങ്ങളിൽ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, പരാജയങ്ങളും സങ്കടങ്ങളും പഴയകാലത്തിൻ്റെ കെട്ട ഓർമ്മകളും നമ്മുടെ കണ്ണുനീരുകളും ഒക്കെ നമ്മളിങ്ങനെ നിരാശയുടെ പടുകുഴിയിലേക്ക് ഇങ്ങനെ ചവിട്ടിയിട്ട് ഒരു സിംഹത്തെ പോലെ നമ്മുടെ നേരെ ആഞ്ഞ് വീഴാൻ ശ്രമിക്കുമ്പോൾ പേടിച്ചിരിക്കേണ്ടത്, അതിനെ നോക്കി ഭയപ്പെട്ടിരിക്കുകയല്ല നമ്മൾ വേണ്ടത്. ആ സിംഹത്തെ അല്ല, അലറുന്ന സിംഹത്തെ അല്ല, വിജയിച്ച സിംഹം, ദ ലയൺ ഓഫ് ജൂഡ, യൂദായുടെ സിംഹം, ഈശോ വിജയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ഈശോയുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളും വിജയിക്കും. 4 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുതരാൻ പോവാണ്. ആ സിംഹത്തിൻ്റെ കൂടെ, ആ വിജയിച്ച സിംഹം ഈശോയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള 4 കാര്യങ്ങൾ സിമ്പിളാണ്, നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. 1, ഡെയിലി വചനം വായിച്ചോണം. എല്ലാ ദിവസവും ഈശോയുടെ സ്വരം കേട്ടോ. ആ സിംഹത്തിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ, ആ വിജയിച്ച സിംഹത്തിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ആ സ്വരം എല്ലാ ദിവസവും കേട്ടോണം. നമ്മൾ ആ ഈശോയുടെ സ്വരം കേൾക്കാതെ പോയാലുണ്ടല്ലോ, അപ്പുറത്തുനിന്ന് വരും നിരാശയുടെയും പിശാചിൻ്റെയും സങ്കടത്തിൻ്റെയും കഴിഞ്ഞ കാലത്തിൻ്റെയും സ്വരം ഇങ്ങനെ കയറി വരും. അത് ഓവർ പവർ ചെയ്യും ഈശോയുടെ സ്വരം കേൾക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഡെയിലി ബൈബിൾ റീഡിങ് വളരെ പ്രധാനപ്പെട്ട 2-ാമത്തെ കാര്യമാണ്. ഡെയിലി പേഴ്സണൽ പ്രയർ. നമ്മൾ ജപമാല ചെല്ലുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, വെരി ഗുഡ്, നല്ല കാര്യമാണ്. ഈശോയുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ചുമ്മാ അവിടെ ഇരിക്കണം. ഒരു 5 മിനിറ്റ് എല്ലാ ദിവസവും മുടങ്ങാതെ കുറച്ചു നേരം ഒന്ന് ശാന്തമായിട്ടിരിക്കണം. ഈശോയെ ഓർത്തുകൊണ്ടിരിക്കണം. വേറെ ഒന്നും ചെയ്യരുത്, വേറെ പുസ്തകങ്ങൾ വായിക്കരുത്, ആ സമയത്ത് വേറെ ഒരു പ്രാർത്ഥനയും ചെല്ലരുത്. ജസ്റ്റ് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ഒരു പേഴ്സണൽ ടൈം. അതിനകത്തേക്ക് ആരെയും കയറ്റരുത്, നീയും ഈശോയും മാത്രം. അങ്ങനെ ഒരു ബന്ധം വളർന്നാൽ, ഈ സിംഹവുമായിട്ടൊരു കൂട്ടുകൂടിയാൽ ബന്ധം വളർന്ന് ശക്തിപ്പെടും. 3-ാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റെഗുലർ കൺഫെഷൻ, റെഗുലർ ഡെയിലി ആയിട്ടുള്ള ബലിയർപ്പണം. കൂടെ കുമ്പസാരിക്കുക, സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസവും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുമ്പസാരിക്കുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിലുള്ള കുറവുകൾ, സങ്കടങ്ങളെല്ലാം മാറ്റി പുത്തൻ അഭിഷേകത്തിൻ്റെ ഒരു കൃപ നിറയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. 3 പ്രധാനപ്പെട്ട കാര്യം: ഡെയിലി ബൈബിൾ റീഡിങ്, എല്ലാ ദിവസവും പേഴ്സണൽ പ്രെയർ, കൂടെയുള്ള കുമ്പസാരവും പരിശുദ്ധ ബലിയർപ്പണവും. 4-ാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ വചനത്തിൽ ആവർത്തിച്ച് കാണുന്നതാണ്: തിന്മയ്ക്ക് നിങ്ങൾ അവസരം കൊടുക്കരുത്. എന്ന് വെച്ചാൽ ഈ പിശാചിനൊരു അവസരം കൊടുത്താൽ അവൻ കയറി മാന്തി നശിപ്പിച്ച് കുളമാക്കി തരും. അതുകൊണ്ടൊരു കുഞ്ഞു വാതിൽ പോലും തുറന്നിടരുത്. ഒരു കുഞ്ഞു കിളിവാതിൽ മതി, അവനത് തുറന്ന് അവൻ്റെ സാമ്രാജ്യമാക്കി മാറ്റും. അതുകൊണ്ട് തിന്മയ്ക്ക് അവസരം കൊടുക്കരുത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. നമുക്കറിയാം എവിടേക്കാണ് നമ്മൾ വീണു പോകുന്നത്, എങ്ങനത്തെ സിറ്റുവേഷൻ്റെ മുമ്പിലാണ് നമ്മൾ പെട്ടെന്ന് തകർന്ന് ആഴ് പോകുന്നതെന്നൊക്കെ നമുക്കറിയാം. ആ സാഹചര്യങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്പേസ്, ഈ മുറിയിലിരുന്നാണ് നിങ്ങൾക്ക്
പാപപ്രലോഭനങ്ങൾ വരുന്നത്. ഈ സ്ഥലത്തിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കര നിരാശ വരുന്നത്. അവിടുന്ന് മാറി നിൽക്കുക, ഈശോയുടെ അടുത്തിരിക്കുക. ഇപ്പോൾ ഫോൺ നിങ്ങൾക്ക് ശല്യമാവുന്നുണ്ടോ? മാറ്റി വെക്കുക. ഇപ്പം മാറ്റി വെക്കല്ലേ, ഈ ടോക്ക് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചാൽ മതി. എന്താണോ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് ആ സാഹചര്യത്തെ ഒഴിവാക്കുക. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രലോഭനമൊന്നും വരരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഈ ഡൈനാമിറ്റ് അല്ലേ, മറ്റേ ഗ്രനേഡ്, താക്കോൽ ഊരിയിട്ട് തലേണയുടെ അടി വെച്ചിട്ട് നമ്മൾ ബന്ധന പ്രാർത്ഥന ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, പൊട്ടും. അതുകൊണ്ട് ഈ ബോംബ് മാറ്റി വെക്കുക, ആ ബോംബ് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കിയാൽ തിന്മ പതുക്കെ നമ്മിൽ നിന്ന് മാറും. പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ, കുമ്പസാരത്തിലൂടെ, അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ഈശോയെ കണ്ടുമുട്ടുന്ന അവസരങ്ങളിലൂടെ, പേഴ്സണൽ പ്രയറിലൂടെ എല്ലാം കർത്താവിനോടുള്ള ബന്ധം സ്ഥാപിച്ചാൽ പൗലോസ്ലീഹ ഭയപ്പെട്ട ഭയം നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ വീണു പോവില്ല. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രയത്നങ്ങൾ, സഭ നമുക്ക് വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കേട്ട വചനങ്ങളിലൂടെ എല്ലാം ചെയ്ത പ്രയത്നങ്ങൾ വെറുതെ ആയി പോവില്ല. പ്രലോഭകൻ അപ്പോഴും സിംഹത്തെ പോലെ ആക്റ്റീവായിട്ട് നടക്കുമായിരിക്കും. അവൻ നടക്കട്ടെ. വിജയിച്ച സിംഹത്തിൻ്റെ കൂട്ടുകൂടി നമുക്ക് മുന്നോട്ട് നടക്കാം. വിജയം ഈശോടേതാണ്, ഈശോയുടെ കൂടെ നിൽക്കുന്നവർക്കാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.